അസ്സാം വലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3 സെൻറ്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ടെറസ് ഇട്ട നല്ലൊരു വീട്, അതായത് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല വൃത്തിയുള്ളൊരു വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. പുതിയ വീടല്ല കേട്ടോ, കുറച്ചൊരു പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഒരാളെടുത്തിട്ട് ഫുള്ള് പെയിൻറ്റിങ് കാര്യങ്ങൾ, ഫ്ലോറിംഗ് ടൈല് ഇതെല്ലാം ഒട്ടിച്ചുകൊണ്ട് ഫുള്ള് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തും സൈഡിലൊക്കെ ഇതുപോലുള്ള ചെറിയ രീതിയിലുള്ള കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നിറയെ വീടുകളുണ്ട് കേട്ടോ. വീടിൻ്റെ സൈഡ് ഭാഗത്ത് പിന്നിലൊക്കെ നിറയെ ആൾതാമസമുള്ള ഒരു ഏരിയ ആണ്. നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗത്തൂടെ അതിലൊരു മഡ് റോഡ് പിൻഭാഗത്ത് വീട്ടിലേക്ക് വഴി വരുന്നുണ്ട്. അടിഭാഗത്തൂടെ ഇവിടെയൊക്കെ വീടുകളുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ഇത് കിണറാണ്. ഇവിടെ നമ്മൾക്ക് ഈ വീട്ടിൽ 3 സെൻറ്റ് സ്ഥലം ആയതുകൊണ്ട് നമുക്കിവിടെ കിണർ ഒഴിക്കാൻ കുറച്ചൊരു സൗകര്യക്കുറവുണ്ട്. അപ്പോൾ യഥേഷ്ടം വെള്ള സൗകര്യം, പൈപ്പ് ലൈൻ വെള്ളം യഥേഷ്ടം വരുന്നുണ്ട്. ഇനി അതല്ല, നമ്മൾക്ക് ഈ ഇതിലൊരു തെങ്ങുണ്ട്. ഈ തെങ്ങ് മുറിച്ചിട്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിണർ ഒഴിക്കാനുള്ള സൗകര്യം ഈ ഒരു ഭാഗത്താണുള്ളത്. ഇതുണ്ട്, പിൻഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഇവിടെയൊക്കെ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു ലോ ബഡ്ജറ്റ് നല്ല വൃത്തിയുള്ള നല്ലൊരു വീട്. അപ്പോൾ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കയറി വരുന്നത് ഇങ്ങനെ ഒരു പൂമുഖത്തേക്കാണ്. 2 ബെഡ്റൂം ഉണ്ട്. അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അതുകൂടാണ്ട് പുറത്തൊരു കോമൺ ബാത്റൂം വേറെ ഉണ്ട്. വീടിൻ്റെ ഫ്ലോറിങ് അതൊക്കെ ഇപ്പോൾ പുതിയ പണി കഴിപ്പിച്ചിട്ടുള്ളത് 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ്, മാർബോണൈറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. നല്ല സ്പേസർ വെച്ചിട്ട് അപ്പോക്സി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം. റൂമുകളൊക്കെ ഒരു ആവറേജ് സൈസ്, വലിയ റൂമുകളല്ല, എന്നാൽ പറ്റ ചെറിയ റൂമില്ല, ഒരു ആവറേജ് സൈസില്ല 2 ബെഡ്റൂമുകളുള്ളത്. റൂമിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ 2 വിൻഡോസൊക്കെ ഉണ്ട്. ചുമരിൽ ചെറിയ രീതിയിലൊരു അലമാര കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഡോറൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇത് കണ്ട് നല്ല വുഡിൻ്റെ നല്ല അടിപൊളി ഡോർ തന്നെയാണ്. തൊട്ട് ചാരിയിട്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഒരു 9-8 സൈസിലൊക്കെ വരുന്ന 9-8, 9-9 സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. സെയിം രീതിയിലുള്ള മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട്. ചുമരിൽ ചെറിയൊരു കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൽ ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഫുള്ള് ഡിജിറ്റൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള പുതിയ മോഡൽ സൈഫോണിക് ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പൂമുഖം, ഇവിടെ ഒരു ഹാള്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് 2 ബെഡ്റൂം. ഇവിടെ ഒരു പൂമുഖം വരുന്നുണ്ട്, ഇവിടെ ഒരു ബെഡ്റൂം, അതിന് ചേർന്നിട്ട് ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ഹാള്. ഇത് കൂടാണ്ട് കിച്ചൺ വരുന്നുണ്ട്. ഈ ഹാളിൽ ഈ ഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു വാഷ് ബേസിനൊക്കെ ചുമരിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൻ്റെ മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഓടിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ടൈൽ ഒടിച്ചിട്ടുണ്ട്. മുകൾ ഭാഗം ഫുള്ള് കമ്പിയും പട്ടയും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓട, അല്ലാതെ മരമല്ല. അപ്പോൾ ചെതൽ പിടിക്കണ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഈ ഭാഗത്ത് ഇവിടെയൊക്കെ കബോർഡ് വർക്കുകളുണ്ട്. ചെറിയൊരു കിച്ചൺ സ്ലാബ് ഉണ്ട്. ഇവിടെയൊക്കെ സ്റ്റോറേജ് കബോർഡ് വർക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തുണ്ട്, അടിഭാഗത്തും ചെറിയ രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇവിടെ ചുമരിലും ഒരു റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വിറകടുപ്പുണ്ട്, കിച്ചൺ സിങ്ക് ഉണ്ട് ഈ ഭാഗത്തായിട്ട്. പിൻഭാഗമാണിത്. നമ്മൾക്ക് ഇവിടെ വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ള ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ട് വർക്ക് ഏരിയ പോലെ അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഓളോ ബ്രിക്സിൻ്റെ മുകൾ ഭാഗത്തേക്ക്, അതിൽ പിൻഭാഗത്തേക്കുള്ള വീട്ടിലേക്കുള്ള വഴിയാണത്. ഇനി ഈ വീടിൻ്റെ പിൻഭാഗത്ത് പുറത്ത് ഇവിടെ ഒരു സാധാരണ നാടൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇതാണ് അതിര് വരുന്നത്. ഈ ഓളോ ബ്രിക്സ് കിട്ടിയിട്ടുള്ള ഇതാണ് ഈ വീടിൻ്റെ അതിര് വരുന്നത്. അടുക്കള ഭാഗത്ത് സൈഡിലൊക്കെ ചെറിയ രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട്. പിൻഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളാണ്. മുകളിലെ വീടുകളിൽ സൈഡിലൊക്കെ വീടുകളുണ്ട്. പൈപ്പ് ലൈൻ കണക്ഷനാണ് നിലവിൽ ഉള്ളത്. അത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനാണ്. ഏത് സമയത്തും വെള്ളമുള്ളൊരു കണക്ഷനാണത്. ഇനി അതല്ല, തൊട്ടടുത്ത വീടുകളിൽ ഇവിടെയൊക്കെ കിണറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു ലോ ബഡ്ജറ്റ് വീട്, ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ നല്ലൊരു 3 സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു വീട്. പുതിയ വീടല്ല കേട്ടോ, കുറച്ചൊരു പഴക്കമുള്ള വീടാണ്. വീടൊന്ന് റിനോവേഷൻ വർക്കൊന്ന് മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ പുല്ലൂർ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മഞ്ചേരി മുനിസിപ്പൽ പരിധിയിൽ പെട്ടിട്ടൊരു പ്രദേശമാണ്. തൊട്ടടുത്തായിട്ട് റഹ്മത്ത് സ്കൂൾ ഉണ്ട്. അപ്പോൾ മഞ്ചേരി പുല്ലൂര് റഹ്മത്ത് സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. 3 സെന്റ് സ്ഥലം, അതിൽ നിങ്ങൾ ഈ കണ്ട ഈ ഒരു വീട്.
വെള്ളത്തിനായിട്ട് പൈപ്പ് ലൈൻ കണക്ഷനാണ് ഉള്ളത്. തൊട്ടടുത്ത വീടുകളിലൊക്കെ സാധാരണ നാടൻ കിണറുണ്ട്. ഇത് 3 സെന്റാണ്. കിണർ ഒഴിക്കാനുള്ള ഒരു സൗകര്യമില്ല. ആ ഫ്രണ്ട് ഭാഗത്ത് ആ തെങ്ങ് മുറിച്ചിട്ട് അവിടെ വേണമെന്നെങ്കിൽ കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്ന ഒരു ഏരിയയാണ്. നിലവിൽ പൈപ്പ് ലൈനാണ് ഉള്ളത്. ഏത് സമയത്തും യഥേഷ്ടം വെള്ള സൗകര്യം ഉണ്ട്. അപ്പോ ഇതിന് ഉദ്ദേശിക്കുന്ന വില 17 ലക്ഷം രൂപയാണ്. 17 ലക്ഷം രൂപ. ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകൾ ഉണ്ടാവും. വില നെഗോഷ്യബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എന്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.